ഛത്തീസ്ഗഡിലെ വിഷയം നമുക്കറിയാം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഗൗരവം നമുക്കറിയാമായിരുന്നു. നമുക്ക് ഇവിടുന്ന് LDF UDF MP മാരൊക്കെ പോയത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവർക്ക് സ്റ്റേറ്റിന് പുറത്തൊരു പോർട്ട്ഫോളിയോ ഉള്ള ആളുകളാണ്. ഈ സംസ്ഥാനത്തിനകത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതലപ്പെട്ടവരാണ് MLA മാർ. അവർക്ക് പുറത്ത് യാതൊരു പോർട്ട്ഫോളിയോ ഇല്ല. പക്ഷേ അവരും ഇവിടുന്ന് കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് കയറുകയും രണ്ട് കന്യാസ്ത്രീകളുടെ നടുക്ക് തലവെച്ച് നിൽക്കുന്ന ഫോട്ടോയും പരിഹാസ്യമായ ചില ഫോട്ടോകളും ചിലത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് നന്നായി അറിയാം. വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുന്നതിൽ അതിനിർണായകമായ ഇടപെടൽ നടത്തിയത് ആ 3 പെൺകുട്ടികളുടെയും ഈ പറയുന്ന മാതാപിതാക്കളുടെയും സത്യവാങ്മൂലമാണ് എന്നങ്ങ് നിഷേധിക്കുമോ? അല്ല, അത് അവരാണല്ലോ ബന്ധുജനങ്ങൾ. അപ്പൊ സത്യവാങ്മൂലം അവരുടേതായിട്ട് തന്നെ വരണമല്ലോ, അല്ലാതെ അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഒരു നിമിഷം. ആ സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? പ്രായപൂർത്തിയായവരാണ്, നേരത്തെ മുതൽ തന്നെ ക്രിസ്തീയ മതവിശ്വാസികളാണ്, മനുഷ്യക്കടത്തല്ല, സ്വമേധയാ പോവുകയാണ്, ഒരു ജീവനം തേടിയാണ് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന രാജ്യദ്രോഹ സ്വഭാവമുള്ള കുറ്റങ്ങളെല്ലാം ആവിയായിപ്പോയി. അതിനാധാരമായത് എല്ലാവിധത്തിലുള്ള ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് അരക്ഷിതരായ ഇവർ ആദിവാസികൾ അല്ലേ, ഗോത്രവിഭാഗങ്ങൾ, അവിടെ ഏറ്റവും ആക്രമിക്കപ്പെടുന്നവർ, അവരാണ് സധൈര്യം ഈ സത്യവാങ്മൂലം നൽകിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരിപ്പോൾ ആരുടെ പരിരക്ഷയിലാണ്? ഞാനിപ്പോൾ ഇത് എടുത്തിടാനുള്ള കാരണം അങ്ങ് പോർട്ട്ഫോളിയോയെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. ഇവിടെ നിങ്ങളുടെ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ അത്രയും ഭീഷണികൾ നേരിട്ട് കൊണ്ട് സത്യവാങ്മൂലം നൽകിയ അവരുടെ ജീവന് കാവലായി നിൽക്കുന്നത് ആരാ? അനിൽകുമാറിന്റെ പാർട്ടിക്കാരാ, CPIയും CPMും ഒക്കെയാണ്. അവരുടെ പരിരക്ഷയിലാണിപ്പോൾ ഈ പറയുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും ആ സഹോദരനും കഴിയുന്നത്. അത് കെന്നഡി കരിമ്പുകാലയ്ക്ക് അറിയാമോ അത് ആരുടെ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ് എന്ന്? വേണു നല്ലൊരു കലാകാരനും കൂടിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു വേണുവിൻ്റെ ഒരു പഴയ പാട്ട്, ഇങ്കുലാബിൻ മക്കൾ ഞങ്ങൾ. ഞാൻ ആ ഒരൊറ്റ പാട്ടിന്റെ ഒറ്റ വരിയിൽ വേണുവിന് ഇപ്പൊ പറഞ്ഞ ഡയലോഗിലുള്ള അല്ല ഞാൻ മറുപടി ഒതുക്കി. കാരണം വേണു CPMനെ അല്ല അത് പറയണം. അല്ല, എനിക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേക്കത് ഖണ്ഡിക്കാം. ഇല്ല, വേണു വളരെ വസ്തുതയോടെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് അവർ കൊടുത്ത അഫിഡവിറ്റിനകത്ത് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പ്രായപൂർത്തിയവരാണെന്നും ഒക്കെ സത്യസന്ധമായി വേണു പറഞ്ഞു. അത് തന്നെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അവരെ എത്രയും പെട്ടെന്ന് അവിടെ ജാമ്യത്തിൽ അവരെ കൊണ്ട് തെറ്റായി കള്ളമൊഴി പറയിച്ച് അവരെ കൊണ്ട് കള്ള സത്യവാങ്മൂലം ഒപ്പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അല്ലേ? ആ വിവരങ്ങളടക്കം അവർ വെളിപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയാണോ അവർ വിരൽ ചൂണ്ടിയത് അവർക്കെതിരെ ഒരാൾക്കെതിരെ പോലും ഇതുവരെയും ഒരു കേസും എടുത്തിട്ടില്ല. അതെന്താ രാജീവ് ചന്ദ്രശേഖർ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്? ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതിനുമുമ്പ് എനിക്കൊരു ഒറ്റ കാര്യം പറയണം. പോർട്ട്ഫോളിയോയെ പറ്റി വല്ലാതെ അവബോധത്തോടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കെന്നഡി അങ്ങയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഔദാര്യം പോലെ കിട്ടിയതാണിപ്പോൾ ഈ പറയുന്ന ജയിൽ മോചനം, ഈ ജാമ്യം. അത് ഈ പറയുന്ന നിസാര ജീവിതങ്ങളെന്ന് നിങ്ങൾ കരുതുന്ന വിഭാഗമുണ്ടല്ലോ, അരക്ഷിതരായവർ, അവരുടെ സത്യവാങ്മൂലത്തിന്റെ ബലത്തിലാണ്. അവരെ ഇപ്പോൾ പരിരക്ഷിക്കുന്നത് ആരാണ്? ആ പോർട്ട്ഫോളിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, വേണു ഈ ഔദാര്യം പോലെ കിട്ടിയതാണ് ഈ ജാമ്യം എന്ന് പറഞ്ഞാൽ വേണു വല്ലാതെ ചങ്ക് വേദനിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്ത് കരുതി മെയ് മാസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും ഈ കുട്ടികൾ പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുക വഴി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വേട്ടക്കാരനൊപ്പമാണ്. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, ആരുടെ പരിരക്ഷയിലാണ്? ഇപ്പോൾ ഇവിടെ കെന്നഡി പറയുന്നു ഈ പോർട്ട്ഫോളിയോയെ പറ്റി കോട്ടും സൂട്ടും ഇട്ട് പോയി എന്ന് പറയുന്നു. ഇപ്പൊ മോദി പറയുന്നതിനനുസരിച്ച് ബ്രിട്ടാസിന് ജുബ്ബയിട്ട് നടക്കാൻ പറ്റുമോ? മുണ്ടുമെടുത്ത് നടക്കാൻ പറ്റുമോ? മോദി പറഞ്ഞതിന്റെ ദിവസം തൊട്ടാണല്ലോ ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മുണ്ടും ജുബ്ബയും ഇട്ടിറങ്ങിയിരിക്കുന്നത്. ആ ഗതികേട് ബ്രിട്ടാസിനില്ല. കെന്നഡി,
ശ്രേൽകുമാർ, ആരുടെ പരിരക്ഷയിൽ? ഇദ്ദേഹം ഈ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് പോർട്ട്ഫോളിയോ, എന്ത് കോട്ടും സൂട്ടും? അതെ, അതറിയണമെങ്കിൽ ഈ നാരായൺപൂരില് ഇപ്പൊ ആദ്യമായിട്ടല്ല ഈ സംഭവം ഉണ്ടായത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേന്ദ്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ CPയുടെ സ്ഥാനാർത്ഥിയാണ് നിയമസഭയിൽ അവിടെ മത്സരിച്ചത്. ആ കാലഘട്ടത്തിൽ ഒരു വാർത്ത ഞാനിപ്പോൾ ഓർക്കുന്നു. ആ വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നാരായൺപൂരിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയുമായി ബന്ധപ്പെട്ട് ചെറുത്തു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവിടെ ക്രൈസ്തവരുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു ചിന്താഗതി വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം വരും. പ്രശ്നം എന്താണ്? ഹിന്ദുക്കളുടെ വോട്ട് വിഭജിക്കപ്പെട്ടാൽ BJP അവിടെ ജയിക്കും. അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടിന്റെ കൂടെ ക്രൈസ്തവരുടെ കോൺഗ്രസിന്റെ കൂടെ പോകാതെ ക്രൈസ്തവരുടെ കുറെ വോട്ട് CPIക്ക് പോയാൽ കോൺഗ്രസ് ജയിക്കില്ല എന്നതുകൊണ്ട് കോൺഗ്രസുകാർ പറയുകയാണ്, കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഈ ഗുണമൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഇത് ഞാൻ ഇപ്പൊ പറയല്ല. ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലെ നാരായൺപൂരിലെ ക്രൈസ്തവരുടെ ധർമ്മസങ്കടം എന്ന തലക്കെട്ട് വന്ന സാധനം ഞാൻ പറയണത്.